ഞാൻ റോബിൻ മാത്യു. ഷെക്കേന വേൾഡ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ബുധനാഴ്ച ചൈനയിലെത്തും. 8 വർഷത്തിന് ശേഷമാണ് ഒരു കനേഡിയൻ പ്രധാനമന്ത്രി ചൈന സന്ദർശിക്കുന്നത് എന്നത് ഈ യാത്രയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ഈ സന്ദർശനം സഹായിക്കുമെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. നിലവിൽ കാനഡയുടെ 2ാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് ചൈന. കൃഷി, ഊർജ്ജം, വ്യാപാരം തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ സഹകരണം ഉറപ്പാക്കുകയാണ് ഈ യാത്രയുടെ പ്രധാന ലക്ഷ്യം. അതേസമയം ചൈനയിലെ പ്രമുഖ ബിസിനസ് നേതാക്കളുമായും സർക്കാർ ഉദ്യോഗസ്ഥരുമായും മാർക്ക് കാർണി ചർച്ചകൾ നടത്തും. ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാനും രാഷ്ട്രീയമായ വിശ്വാസം വളർത്താനും ഈ അവസരം ഉപയോഗിക്കുമെന്ന് ചൈന വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം അധികാരമേറ്റ മാർക്ക് കാർണി ചൈനയുമായുള്ള ബന്ധം പുതുക്കാൻ വലിയ താൽപ്പര്യമാണ് പ്രകടിപ്പിക്കുന്നത്. ഒക്ടോബറിൽ നടന്ന ആഗോള ഉച്ചകോടിക്കിടെ ഇരു നേതാക്കളും നടത്തിയ ചർച്ചയുടെ തുടർച്ചയായാണ് ഈ സന്ദർശനം. ലോക സമാധാനത്തിനും സാമ്പത്തിക പുരോഗതിക്കും കാനഡയും ചൈനയും തമ്മിലുള്ള നല്ല ബന്ധം അത്യന്താപേക്ഷിതമാണ് എന്ന് വിദേശകാര്യ വക്താവ് മാവോ നിങ് കൂട്ടിച്ചേർത്തു. സ്വയംഭരണ ദ്വീപായ ഗ്രീൻലാൻഡ് ഉൾപ്പെടെയുള്ള നാറ്റോ പ്രദേശം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിടിച്ചെടുക്കുന്നത് തടയാൻ ലക്ഷ്യമിട്ടുള്ള ഒരു ബില്ല് അവതരിപ്പിച്ച് US സെനറ്റർമാർ. ഗ്രീൻലാൻഡ് പോലെയുള്ള നാറ്റോ അംഗരാജ്യങ്ങളുടെ പ്രദേശം ഏറ്റെടുക്കുന്നതിനോ അധിനിവേശത്തിനോ ഫണ്ട് ഉപയോഗിക്കുന്നത് തടയുകയാണ് ഈ ബില്ലിന്റെ ലക്ഷ്യം. ഒരു നാറ്റോ അംഗരാജ്യത്തിന്റെ പ്രദേശത്ത് ഉപരോധിക്കാനോ അധിനിവേശം നടത്താനോ കൂട്ടിച്ചേർക്കാനോ സൈനിക നടപടികൾ നടത്താനോ അല്ലെങ്കിൽ മറ്റു വിധത്തിൽ നിയന്ത്രണം സ്ഥാപിക്കാനോ അനുവദിച്ച ഫണ്ട് ഉപയോഗിക്കുന്നതിൽ നിന്ന് പെന്റഗണിനെയും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിനെയും ഈ ബില്ല് വിലക്കും. ഡെൻമാർക്കിന്റെ അർദ്ധ സ്വയംഭരണ പ്രദേശമായ ഗ്രീൻലാൻഡ് ആവശ്യമെങ്കിൽ ബലപ്രയോഗത്താൽ വാഷിംഗ്ടണിന്റെ നിയന്ത്രണത്തിലാക്കണമെന്ന ട്രംപിന്റെ ആവർത്തിച്ചുള്ള പ്രസ്താവനകൾക്കിടയിലാണ് ഡെമോക്രാറ്റിക് ജീൻ ഷഹീനും റിപ്പബ്ലിക്കൻ ലിസ മുർക്കോവിസ്കിയും ചേർന്ന് ബില്ല് അവതരിപ്പിച്ചത്. തായ്ലൻഡിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന് മുകളിലേക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന ക്രെയിൻ വീണ് 19 പേർ കൊല്ലപ്പെട്ടു. ബുധനാഴ്ച രാവിലെ നക്കോൺ റാച്ചസിമ പ്രവിശ്യയിലാണ് നാടിനെ നടുക്കിയ ഈ വലിയ അപകടം നടന്നത്. ക്രെയിൻ വീണതിനെ തുടർന്ന് ട്രെയിൻ പാളം തെറ്റുകയും ബോഗികൾക്ക് തീപിടിക്കുകയും ചെയ്തു. അപകടത്തിൽ 80ഓളം പേർക്ക് പരിക്കേറ്റതായാണ് പ്രാഥമിക വിവരം. അതിവേഗ റെയിൽപാതയുടെ നിർമ്മാണത്തിനിടെയാണ് ക്രെയിൻ നിയന്ത്രണം വിട്ട് ട്രെയിനിന് മുകളിലേക്ക് പതിച്ചത്. തകർന്ന ബോഗികൾക്കിടയിൽ കൂടുതൽ മൃതദേഹങ്ങൾ കുടുങ്ങിക്കിടക്കുന്നതായി പോലീസ് സംശയിക്കുന്നു. നിലവിൽ ട്രെയിനിലെ തീ പൂർണ്ണമായും അണച്ചിട്ടുണ്ട്. അപകട സ്ഥലത്ത് പോലീസും രക്ഷാപ്രവർത്തകരും ചേർന്ന് വലിയ രീതിയിലുള്ള തിരച്ചിൽ നടത്തിവരികയാണ്. പരിക്കേറ്റവരെ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രികളിലേക്ക് മാറ്റി. അമേരിക്കൻ നിയന്ത്രണത്തിന് വഴങ്ങില്ല എന്നും ഡെൻമാർക്കിനൊപ്പം നിൽക്കാനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും വ്യക്തമാക്കി ഗ്രീൻലാൻഡ് പ്രധാനമന്ത്രി ജെൻസ് ഫ്രെഡറിക് നീൽസൺ. ഗ്രീൻലാൻഡ് സ്വന്തമാക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തോടുള്ള ഏറ്റവും ശക്തമായ പ്രതികരണമാണിത്. തങ്ങളെ ആരും വിലയ്ക്ക് വാങ്ങേണ്ടതില്ല എന്നും അമേരിക്കയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നില്ല എന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ഉറപ്പിച്ചു പറഞ്ഞു. റഷ്യയുടെയും ചൈനയുടെയും ഭീഷണി തടയാൻ ഗ്രീൻലാൻഡ് കൈവശപ്പെടുത്തണമെന്നാണ് ട്രംപിന്റെ വാദം. ഇതിനായി സൈനിക ശക്തി ഉപയോഗിക്കുമെന്ന ഭീഷണി നാറ്റോ സഖ്യത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് ഡെൻമാർക്ക് പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഈ എതിർപ്പുകളെ തള്ളിയ ട്രംപ് ഗ്രീൻലാൻഡ് പ്രധാനമന്ത്രിയുടെ നിലപാട് അദ്ദേഹത്തിന് തന്നെ വലിയ പ്രശ്നമാകുമെന്ന് തിരിച്ചടിച്ചു. ആർട്ടിക് മേഖലയിലെ ധാതു സമ്പത്തും തന്ത്രപരമായ സ്ഥാനവുമാണ് ഗ്രീൻലാൻഡിനെ സ്വന്തമാക്കാൻ അമേരിക്കയെ പ്രേരിപ്പിക്കുന്നത്. ഇതിനോടകം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളും കാനഡയും ഡെൻമാർക്കിന് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഗ്രീൻലാൻഡ് ഡെൻമാർക്ക് പ്രതിനിധികൾ അമേരിക്കൻ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി വിഷയം ചർച്ച ചെയ്യും. അമേരിക്കയിൽ കഴിയുന്ന സൊമാലിയൻ പൗരന്മാർക്ക് നൽകി വന്നിരുന്ന താൽക്കാലിക താമസാനുമതിയും ജോലി ചെയ്യാനുള്ള അവകാശവും നിർത്തലാക്കി ട്രംപ് ഭരണകൂടം. സൊമാലിയയിലെ സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടതിനാൽ ഇനി അവിടെയുള്ളവർക്ക് അമേരിക്കയിൽ തുടരേണ്ട ആവശ്യമില്ല എന്നാണ് ഔദ്യോഗികമായ വിശദീകരണം. ഈ തീരുമാനം ഏകദേശം 1000-ലധികം ആളുകളെ നേരിട്ട് ബാധിക്കുമെന്നാണ് കരുതുന്നത്. അതേസമയം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന സൊമാലിയൻ വംശജരുടെ പൗരത്വം റദ്ദാക്കുമെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി വിവിധയിടങ്ങളിൽ പരിശോധനകൾ കർശനമാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പരിശോധനകൾക്കിടെ ചിലർക്ക് പരിക്കേറ്റത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഭരണകൂടത്തിന്റെ ഈ പുതിയ നീക്കം സൊമാലിയൻ സമൂഹങ്ങൾക്കിടയിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തീരുമാനത്തിനെതിരെ പല മനുഷ്യാവകാശ സംഘടനകളും നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ്. സാധാരണക്കാരായ ജനങ്ങളെ ഇത് ദോഷകരമായി ബാധിക്കുമെന്നും വലിയൊരു വിഭാഗം ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു.
ഇറാനിൽ ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്ത 26 വയസ്സുകാരനെ തൂക്കിലേറ്റുമെന്ന് റിപ്പോർട്ട്. മനുഷ്യാവകാശ സംഘടനയായ ഇറാൻ ഹ്യൂമൻ റൈറ്റ്സ് ആണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. പ്രതിഷേധക്കാരെ പലരെയും ഇതിനകം വെടിവെച്ച് കൊലപ്പെടുത്തിയെങ്കിലും ഇതാദ്യമായാണ് പ്രക്ഷോഭങ്ങളിൽ അറസ്റ്റിലായ ഒരാളെ തൂക്കിലേറ്റുന്നതിന് ഇറാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. വധശിക്ഷ നടപ്പിലാക്കുമെന്ന് കുടുംബത്തെ ഭരണകൂടം അറിയിച്ചതായി ഇറാൻ ഹ്യൂമൻ റൈറ്റ്സ് വ്യക്തമാക്കി. ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെ ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്ത 26 വയസ്സുകാരനായ ഇർഫാൻ സോൾട്ടാനിയെ തൂക്കിലേറ്റാൻ പോകുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പ്രതിഷേധത്തിനിടെ 9 പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഉൾപ്പെടെ 734 പേർ കൊല്ലപ്പെട്ടതായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതായി ഇറാൻ ഹ്യൂമൻ റൈറ്റ്സ് പറഞ്ഞു. എന്നാൽ മരണസംഖ്യ 12,000-ൽ അധികമാണെന്നാണ് സൂചന. 10,000-ലധികം പേരെ അറസ്റ്റ് ചെയ്തതായിട്ടാണ് റിപ്പോർട്ടുകൾ. സമീപ ദിവസങ്ങളിൽ സിവിലിയൻ പ്രക്ഷോഭകരെ വ്യാപകമായി കൊന്നൊടുക്കുന്നതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മറ്റൊരു മനുഷ്യാവകാശ ഗ്രൂപ്പായ നാഷണൽ യൂണിയൻ ഫോർ ഡെമോക്രസി ഇൻ ഇറാൻ സോൾട്ടാനിയുടെ വധശിക്ഷ തടയാൻ രാജ്യാന്തര പിന്തുണ ആവശ്യപ്പെട്ടു.